നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈയിടെ നിര്യാതനായ ആൽഫ പാലിയേറ്റീവ് കെയർ കാസർഗോഡ് സെന്റർ സെക്രട്ടറിയും പ്രമുഖ ജിയോളജിസ്റ്റും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പ്രൊഫസർ വി ഗോപിനാഥന്റെ ഓർമ്മകൾക്കു മുന്നിൽ ആൽഫ അനുസ്മരണ യോഗം സംഘടിപ്പിക്കും. ഒക്ടോബർ 31 രാവിലെ 10 കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിലാണ് അനുസ്മരണം നടക്കുക. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ ശ്രീ ഗോപിനാഥന്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആൽഫ കാസർഗോഡ് സെന്റർ ഭാരവാഹികൾ, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം ജില്ലയിലെ ആൽഫയുടെ 3ാമത്തെ സെന്റർ കൊട്ടാരക്കരയിൽ ആരംഭിക്കുന്നത് സംബന്ധിച്ച ചർച്ചായോഗം ഇന്ന് നടന്നു. കൊട്ടാരക്കരയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർ ജോൺ കുര്യാക്കർ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോസ് എബ്രഹാം, മാത്യു ലൂക്കോസ്, കുഞ്ഞച്ചൻ പരുത്തിയറ, ബാബു മംഗലത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നത്. ആൽഫ പുനലൂർ സെന്റർ പ്രസിഡന്റ് അനിൽകുമാർ തന്റെ അനുഭവം പങ്കുവച്ചു. ആൽഫയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ വ്യക്തമാക്കി. സാമൂഹിക മാറ്റത്തിനായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആൽഫ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു വിവരിച്ചു. സംഘാംഗങ്ങൾ ഈ മാസം തന്നെ പുനലൂർ സെന്റർ സന്ദർശിക്കാനും തുടർന്ന് എടമുട്ടത്തെ ആൽഫ തറവാട് സന്ദർശിക്കാനും തീരുമാനിച്ചു. ആൽഫ നെടുമങ്ങാട് സെന്ററിന്റെ ജനറൽ ബോഡി യോഗം ഇന്നലെ നടന്നു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതിനായി കൂടുതൽ പേരുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ഇതിനായി പുതിയ കമ്മിറ്റി നിലവിൽ വരേണ്ടതുണ്ടെന്നുമുള്ള പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വെമ്പിൽ സജീവ് പ്രസിഡന്റ്, ജയചന്ദ്രൻ KS സെക്രട്ടറി, A ഷീബ ട്രഷറർ എന്നിവർ ഭാരവാഹികളും 25 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ, 15 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നിവയ്ക്കും രൂപം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.